ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി അപ്പം ഉണ്ടാക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റൻറ്റ് അപ്പാണ്. നമുക്കിതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുക്കാത്ത റവയാണ്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറൊക്കെ ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. 1/2 മുറി തേങ്ങ ചിരവി എടുത്തതാണ് കേട്ടോ. അത് കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നമ്മളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർക്കണം. പിന്നെ ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നല്ല തിക്കായിട്ടുള്ളൊരു മാവ് തന്നെയാണിത്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം കേട്ടോ മാവ്. ഇനിയിപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഒരു തവി മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ചുറ്റിച്ച് കൊടുക്കുകയോ പരത്തി കൊടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ അത് വേവിക്കേണ്ടത്. ബബിൾസ് വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം നല്ല പോലെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അപ്പമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആരെടുത്ത അപ്പമാണ് കേട്ടോ. കണ്ടില്ലേ, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമുക്കിതിലേക്ക് കറികളൊന്നും ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ അപ്പങ്ങളൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കൊരു 8-10 അപ്പമൊക്കെ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അപ്പമാണ് നമ്മുടെ കുട്ടികൾക്ക്. പിന്നെ പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ചൂട് ചായയുടെയോ കോഫിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്